സത്യം പറഞ്ഞാൽ ചൈനക്കാരൊരു സംഭവം തന്നെയാണ്. ലോകത്തിൽ എന്ത് ഇറക്കിയാലും അതിന്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ എന്തെങ്കിലും ഐറ്റംസ് ചൈനക്കാർ ഇറക്കുന്നുണ്ടാവും. ഇതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? മേക്ക് ഇൻ ഇന്ത്യ അല്ലേ? യെസ്. മേക്ക് ഇൻ ഇന്ത്യനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയും ചൈനയും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ. ചൈനയുടെ എക്കോണമി എന്ന് പറഞ്ഞാൽ $18 ട്രില്യൺ ഇക്കോണമിയാണ്. ഇന്ത്യയുടെ ഇക്കോണമി $3 ട്രില്യൺ ഇക്കോണമിയാണ്. 1/6. ഓക്കെ. ചൈന അതിന്റെ GDPക്ക് കൊടുക്കുന്നത് 30% മാനുഫാക്ചറിങ് ആണ്. ഇന്ത്യ അതിന്റെ GDPക്ക് കൊടുക്കുന്നത് ഇതിന്റെ 1/4 പോലും ഇല്ല. ചൈനയിൽ ഒരാളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് $12,000 ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $2,000. സോ ആനേനെയും ഉറുമ്പിനെയും കമ്പയർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചൈനയെയും ഇന്ത്യയെയും കമ്പയർ ചെയ്യുന്നത്. രണ്ട് സൈഡിലെയും ഗവേണൻസും ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അവിടെ ഒരു സോഷ്യലിസ്റ്റിക് ക്യാപിറ്റലിസ്റ്റിക് കൺട്രിയാണ് ചൈന. എങ്ങനെയാണ് നമ്മളൊരു ഹെൽത്തി മാനുഫാക്ചറിങ് കൺട്രി ആണ് എന്ന് പറയാം? നമ്മൾ മിനിമം 25% GDPക്ക് ഒരു കൺട്രി ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ കൺട്രീനെ ഹെൽത്തി മാനുഫാക്ചറിങ് കൺട്രി എന്ന് പറയാം. സോ ഡെഫിനറ്റ്ലി ഫ്യൂച്ചർ ഒരു 50-100 years ഒക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇന്ത്യ ഡോമിനൻ്റ് ആയേക്കാം. ബട്ട് നൗ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്ന 25% ബെഞ്ച് മാർക്കാണ്.